കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പെർമനൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് തന്നെ ഇട്ടിട്ടുണ്ട്, സുമി ജോഫിൻ വ്ളോഗ്സ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അതിന് മുൻപ് നമ്മളുടെ സുമീസ് ലാവൻഡർ ബ്ലോസംസ് എന്നായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ കൃഷിയുടെ. അപ്പോൾ ഇന്നത് നമ്മളുടെ പാർട്ട് 2 ആണ് അതിൻ്റെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ നാട്ടിൽ പോയത് ഒരു ഓഗസ്റ്റ് ആയപ്പോഴാണ്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ പോയി. അപ്പോൾ അതിന് മുമ്പ് ആ സമയത്തുണ്ടായിരുന്ന വീഡിയോകളാണ്. അത് എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ പാർട്ട് 2 ആക്കി ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു വീഡിയോ കൂടെ ഇതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഹാർവെസ്റ്റിംഗ് വീഡിയോ, അതായത് നമ്മളുടെ വിളവെടുപ്പ് വീഡിയോ. അത് എല്ലാവരും കാണണം കേട്ടോ. ഇത് കാണുന്ന പോലെ തന്നെ എല്ലാവരും അതും കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ വെറുതെ കണ്ടാൽ മാത്രം പോരാ കേട്ടോ. ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് അയക്കുന്ന കമൻറ്റുകളൊക്കെയും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് നിങ്ങൾ എനിക്ക് അയക്കണം. അല്ലാതെ പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ കുറച്ച് ഇൻസ്പിറേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ഗാർഡനിലുണ്ടായിരിക്കുന്ന വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഇതിൽ ബീൻസ് ഉണ്ട്, പിന്നെ ലൗക്കി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ തടിയങ്ക എന്നൊക്കെ പറയും, അതുണ്ട്, പടവലങ്ങ ഉണ്ട്, പിന്നെ ഇത് കിഴങ്ങാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അത് ഏകദേശം പാകമാകാറായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇല ഒരുമാതിരി ഫുള്ള് യെല്ലോയിഷ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഇത് പറിച്ചെടുക്കുന്നത്. അപ്പോഴാണ് കിഴങ്ങ് വലുതായി വരുന്നത്. ഇപ്പം ഞാൻ നോക്കുന്നതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട്. അങ്ങനെ നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, അതിൻ്റെ അടിയിൽ കിഴങ്ങുണ്ട്. കണ്ടോ, കിഴങ്ങ് എങ്ങനെയാണ് വെക്കുന്നത്, നടുന്നത് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ മറക്കാതെ കാണണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ ഒരു ഒറ്റ മൂടിയിൽ തന്നെ ഒരു 5-6 കിഴങ്ങ് അപ്പുറം ഇപ്പുറയൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ കണ്ടോ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ചിലവും ഇല്ലാത്ത കാര്യമാണ്. ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന്. നമ്മൾ മുളച്ച കിഴങ്ങ് ജസ്റ്റ് മുറിച്ച് നട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു പൈസ ചിലവും ഇല്ല. നമ്മളെടുത്ത് കളയുന്ന സാധനമാണത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇത്രയും കിഴങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, അത്യാവശ്യം വലിപ്പം വെച്ച കിഴങ്ങാണ്. ഇതിപ്പം കുറച്ച് നാളും കൂടെ കിടക്കണം. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, എപ്പോഴും കിഴങ്ങിൻ്റെ മുകളിൽ മണ്ണുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ ഭക്ഷിക്കരുതെന്നാണ് പറയുന്നത്. അതായത് സൂര്യപ്രകാശം അല്ലെങ്കിൽ സൺലൈറ്റ് നേരിട്ട് അടിക്കുന്ന ഈ കിഴങ്ങ് ഒരിക്കലും നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല. അതിനൊരു പച്ച നിറമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നോക്കിയിട്ട് അതേപോലെ തന്നെ മണ്ണ് തിരിച്ച് അതേ മൂടിയിടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക. നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പടവലങ്ങയാണ്. കുഞ്ഞി പടവലങ്ങ ആയി വരുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാനിത് വലുതാണെന്ന് പറഞ്ഞ് ഇട്ടത്, പക്ഷേ ഇത് ബേബി പടവലമായിരുന്നു കേട്ടോ. ഇത് കുമ്പളമാണ്. കുമ്പളത്തിൽ നിന്ന് എനിക്ക് ആകെ ഒരൊറ്റ ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഇതും എനിക്ക് അബദ്ധം പറ്റിയത്. അതായത് വെള്ളരി ഞാൻ ഇട്ടത്, പക്ഷേ കണ്ണി വെള്ളരി അല്ലായിരുന്നു, നമ്മുടെ പൊട്ട് വെള്ളരിയായിരുന്നു. ഇതെൻ്റെ മുരിങ്ങയാണ്. മുരിങ്ങ നിങ്ങൾക്കറിയാലോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണിച്ചു തന്നതാണ്. ഇതിൻ്റെ കണ്ടോ, അത് കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു. അത് ഉണങ്ങിപ്പോയതാണ് അവിടുന്ന്. പിന്നെ അവിടുന്ന് പൊട്ടിക്കിളുത്ത് വന്നതാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ പൂവുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ആയി വന്നേനെ. അപ്പോഴത്തേക്കും വളമൊക്കെ കൊടുത്ത് കായി വന്നേനെ. പക്ഷെ ഇപ്പം അതിൽ ജസ്റ്റ് പൂവേ ഉള്ളൂ. പിന്നെ നമ്മുടെ മത്തൻ അങ്ങോട്ട് കയറി വിലസി. അതായത് മത്തനങ്ങ് പടർന്ന് പന്തലിച്ചത് കണ്ടില്ലേ. ഉള്ള പറമ്പ് മുഴുവൻ കയറി, എല്ലാ ചെടികളിലും കയറി നിരങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുരിങ്ങയെല്ലാം അതിൽ പെട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷം ഞാനത് എല്ലാം അഴിച്ച് കുറേ വള്ളികളൊക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് അതൊന്ന് സെറ്റാക്കി എടുത്തത്. അപ്പം ഇതൊക്കെ നമ്മുടെ പച്ചമുളക് ആണ്. പച്ചമുളകിലൊക്കെ പൂവുണ്ടായിരുന്നു. അതും ഇത് വെണ്ടയൊക്കെ നമുക്ക് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ കായകൾ കിട്ടിയത്.
ഇത് നിങ്ങൾക്കറിയാമല്ലോ ബ്രസൽസ് സ്പ്രൗട്ട് എന്ന് പറഞ്ഞ്. ഇതാണ് നമ്മുടെ ബീൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട്. ഞാൻ ഒരു 3-4 വട്ടം പോണതിന് മുമ്പ് തന്നെ ഒരു 3-4 വട്ടം പറിച്ച് ഞാൻ കറി വെച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ ജോമിച്ചേട്ടൻ 2-3 വട്ടം പറിച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ ഒരുപാട് കിടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു വട്ടം പള്ളിയിൽ കൊടുത്തു. അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, പയറും ബീൻസും ഒക്കെ. ഇവിടെ നമ്മുടെ ബീട്രൂട്ട് ഉണ്ട്. ബീട്രൂട്ട് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ മത്തൻ സ്റ്റാർട്ട് ചെയ്യാണ്. കണ്ടോ, ഇതാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ പറമ്പ് മുഴുവൻ മത്തനായിരുന്നു. ഇതാ നിങ്ങൾക്ക് കാണാം. അതുപോലെ ഒരുപാട് മത്തങ്ങയും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ മത്തങ്ങ കൊണ്ടുപോയ എല്ലാവരും എന്നോട് ചോദിച്ചു എന്ത് വളമായിരുന്നത്, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മത്തങ്ങയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ഇടാറില്ല. എൻ്റെ വളങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടു നോക്കുക. അതേപോലെ തന്നെ പിന്നെ മെയിനായിട്ട് ഞാൻ ഈ മണ്ണ് നിറച്ചപ്പോൾ കുറച്ച് കരിയില ഇട്ടതല്ലാതെ വേറെ പ്രത്യേകിച്ച് പുറമേ നിന്നുള്ള ഒരു വളങ്ങളും നമ്മൾ ഇട്ടിട്ടില്ല. പിന്നെ ഇടുന്നത് ജൈവവളങ്ങളാണ്. അതിനെപ്പറ്റി ഞാൻ ചെയ്ത വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. പിന്നെ ഞാൻ നിങ്ങളെ മത്തങ്ങയുടെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. പറഞ്ഞാൽ ചിലരൊന്നും വിശ്വസിക്കില്ല. ഒരു മത്തങ്ങ തന്നെ എനിക്കൊരു 18 കിലോയോളം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ക്യാരറ്റാണേ. ക്യാരറ്റ് ഞാൻ ഒരെണ്ണം ചുമ്മാ പറിച്ച് നോക്കിയതാണ്. ഇതിനെ കണ്ടിട്ട് സയാമീസ് ഇരട്ടകളെ പോലെ തോന്നിയവരുണ്ടോ? എനിക്ക് തോന്നി കേട്ടോ. ഇത് നമ്മുടെ ടൊമാറ്റോസാണ്, തക്കാളി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ലേറ്റായിട്ട് നട്ടത് കൊണ്ട് ഒത്തിരി ലേറ്റായി കേട്ടോ. ഞാൻ പോയപ്പോൾ ഒന്നും ആയിട്ടില്ലായിരുന്നു, ഇതേപോലെ നിൽക്കുകയായിരുന്നു. പിന്നെ 1-2 എണ്ണത്തിലൊക്കെ പതിയെ ഇങ്ങനെ ഇത് കണ്ടോ, ഇതേപോലെ പതിയെ കായാവാൻ തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ കമന്ന് കിടക്കുമായിരുന്നു കാറ്റടിച്ചിട്ട്. നമ്മുടെ ഹൈഡ്രാഞ്ചിയിൽ പൂ ഉണ്ടായതാണേ, ഞാൻ വാങ്ങി വെച്ചതാണ്. ഈ കോവയ്ക്കൊന്നും എനിക്ക് അത്ര കാര്യമായിട്ട് കിട്ടിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ചട്ടിയിലാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചട്ടിയിൽ വെക്കുന്നതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കണം. നിലത്ത് വെക്കുന്ന പോലെയല്ല. നിലത്ത് വെക്കുന്നത് ഇപ്പോൾ നിലത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വളം വലിച്ചെടുത്തോളും. പക്ഷേ ഇത് ചട്ടിയിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. ഇത് കണ്ടോ, ഇത് നമ്മുടെ പൊട്ടുവെള്ളരിയാണ് കേട്ടോ. അത് കുഞ്ഞതായിരുന്നു ഞാൻ പോയപ്പോൾ.
3-4 വെള്ളരി എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ വന്നതിന് ശേഷം. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ പോണതിന് മുമ്പുള്ളതാണ്, അതായത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലുള്ളത്. ഇനി ഞാൻ വന്നതിന് ശേഷമുള്ളത് കാണാം, അതായത് സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിൽ ഞാൻ തിരിച്ചു വന്നു. അതിന് ശേഷം ഉള്ളതാണ് ഞാൻ ഇപ്പം ഇനി ഉള്ള വീഡിയോ കാണിക്കുന്നത്. ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ബീൻസും പയറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം, എൻ്റെ ഈ ബീൻസിൻ്റെയൊക്കെ ഇല മൊത്തം ഈ ഈച്ച ഉണ്ടല്ലോ, ഒരു ടൈപ്പ് ഈച്ചയുണ്ട്, ഇത് ഫുള്ള് കുത്തി നശിപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിന് എന്തെങ്കിലുമൊക്കെ പ്രതിവിധി ചെയ്യാമായിരുന്നു. എങ്കിലും സാരമില്ല, നമ്മൾ ഇപ്പം ഇത് നിറയെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാര്യം വേറെ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ കൊല പോലെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ബീൻസ്. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ കുമ്പളമാണ്. കുമ്പളം ഒരുപാട് ഇങ്ങനെ ഉണ്ടായി കേട്ടോ, പക്ഷെ അത് ഒരെണ്ണം മാത്രമേ നമുക്ക് വലുതായി കിട്ടിയുള്ളൂ. ഇത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ തക്കാളി, നമ്മുടെ സാലഡ് തക്കാളി ഉണ്ടല്ലോ, സാലഡ് ടൊമാറ്റോ എന്ന് പറയും, അതാണ് ചെറിയ തക്കാളി എന്നൊക്കെ പറയും, അതാണ്. അത് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിന്നതുകൊണ്ട് അത്ര വലുതായില്ല, പക്ഷെ അതങ്ങ് നീളം വെച്ച് അങ്ങ് മുകളിലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വിളവെടുപ്പ് കേട്ടോ. ഇത് നമ്മുടെ ചേട്ടൻ, ജോമി ചേട്ടനാണ്. നമ്മളിവിടെ ഇല്ലാഞ്ഞ സമയത്ത് ചേട്ടനത് പള്ളിയിൽ കൊടുക്കാൻ വേണ്ടി വിളവെടുത്തതാണ്. അത് ഒരെണ്ണം തന്നെ ഒരു 5-6 കിലോ ഉണ്ട് കേട്ടോ. 5-6 അല്ല, അതിൽ കൂടുതലുണ്ട്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു സാധനത്തിന്. അപ്പോൾ ചേട്ടൻ എനിക്ക് ഈ വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ് കേട്ടോ. അതിനടുത്ത് തന്നെ ഒരു പടവലം കിടക്കുന്നുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ബേബി പടവലമായിരുന്നു. ഞാൻ വലിയ പടവലമാണെന്ന് കരുതി ഇട്ടതാണ്. ഇതാണ് നമ്മുടെ കുമ്പളം, ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണ ഉള്ളായിരുന്നു എന്ന്. ഇത് നമ്മുടെ നമ്മുടെ പയറിൻ്റെ പേര് 18 മണി പയറെന്നാണേ. അതായത് നല്ല നീളമാണ്, നമ്മുടെ ഒരു കൈയുടെ നീളമുണ്ട് കേട്ടോ അതിന്. പിന്നെ വരുന്നു നമ്മുടെ മത്തൻ, കണ്ടോ ഈ മത്തൻ. ഇത് ആദ്യം പറിച്ചാണ്, അധികം ഇതായിട്ടില്ലായിരുന്നു കേട്ടോ വലിപ്പം. ഇത് ചേട്ടൻ പള്ളി കൊടുക്കാൻ വേണ്ടി പറിച്ച പച്ചക്കറികളാണ് കേട്ടോ. അന്ന് കുറച്ച് അധികം ഉണ്ടായിരുന്നു കണ്ടോ. ബീൻസ്, കുമ്പളം, പയർ, പടവലം, പീച്ചിൽ. പിന്നെ ഞാൻ മെയിനായിട്ട് ഒരാളെ മറന്നുപോയി, നമ്മുടെ ലൗക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തടിയങ്ക പോലത്തെ. അത് ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരു 3-4 കറി വെക്കാം കേട്ടോ നമുക്ക്. അതേപോലെ ഉണ്ട്. ഈ തക്കാളി എല്ലാം ഇങ്ങനെ കുമ്പിട്ട് കിടക്കുമായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാറ്റടിച്ചിട്ട് ഈ തക്കാളി ആയി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇതെല്ലാം മറിഞ്ഞു പോയി. ഒരുപാട് തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 4-5 ബാഗിലാക്കി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ കറിക്കൊക്കെ എടുക്കുന്നത് ഈ തക്കാളി തന്നെയാണ്. ഒരു കൂട്ടം നിങ്ങളെ കാണിച്ചു തരാമേ. ഇത് കണ്ടോ നമ്മുടെ ലൗക്കി, ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇതിവിടെ നിലത്തിങ്ങനെ കുത്തിയിരിക്കുകയാണ് കണ്ടോ. ഇത് കണ്ടോ, ഞാനിത് പൊക്കുന്നുണ്ട്, നോക്കിക്കോണേ. ഭയങ്കര വെയിറ്റാണ് ഇതിനെ, കണ്ടോ നോക്ക്. എനിക്ക് ഒരു കൈ കൊണ്ട് പൊക്കാൻ പറ്റുന്നില്ല, അത് നിലത്തിങ്ങനെ കുത്തിയിരിക്കുകയാണ്. അത്ര വെയിറ്റ് ഉണ്ടായിരുന്നു അതിന് കണ്ടോ. അത് നമ്മുടെ മത്തൻ, അതിനിടയ്ക്ക് ഓരോ മത്തൻ ഇങ്ങനെ കിടപ്പുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നമ്മുടെ ബീൻസും പയറും ഫുള്ള് ഈച്ച കുത്തി എന്ന് പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെയായിരുന്നു ഞാൻ വന്നപ്പോൾ ഇരുന്നത് കണ്ടോ. മൊത്തം ഇതൊരുമാതിരി വെളുത്ത് ഇരിക്കുകയായിരുന്നു, ഈ ഇല ഫുള്ള് അത് തിന്ന് നാശമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ടോ, ഇത് നമ്മുടെ മത്തനും കുമ്പളം കൂടെയാണ്. നമ്മുടെ അതിർത്തി കഴിഞ്ഞും പോയിരിക്കുകയാണ് അങ്ങ്. ഇത് നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നതാണ്. ഞാനിതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നിത്യവഴുതന, ഇതെനിക്ക് ഒരുപാട് ഉണ്ടായി. ഞാൻ തോരനും വെച്ചു, പയറിൻ്റെ കൂടെ ഒക്കെ ഇട്ട് മെഴുക്കുവരട്ടി വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഒരുപാട് മൂത്ത് പോകരുത്. പിന്നെ നമ്മുടെ പീച്ചിൽ കിടക്കുന്ന കണ്ടില്ലേ, അവിടെ എവിടെയൊക്കെ ആയിട്ട് ഓരോന്നുണ്ട്. പീച്ചിലും നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ചെമ്മീനിട്ട് കറി വെച്ചു, നല്ലതായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഇത്ര ആയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കണ്ടോ. ഇത് നമ്മുടെ ലൗക്കിയാണ്. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനിടയ്ക്ക് ഇങ്ങനെ ആട്ടിയൊക്കെ നോക്കും കണ്ടോ. നമ്മുടെ പടവലം, ഇത് നമ്മുടെ പടവലമാണ്. പടവലം ഞാൻ വന്നതിന് ശേഷം എനിക്ക് ഒരു 3-4 എണ്ണം കിട്ടി. 5 അല്ല, അതിൽ കൂടുതൽ കിട്ടി.
അതായത് പിന്നെ കുറച്ചൊക്കെ ഇല ഇങ്ങനെ വാടിയും, അത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഈച്ച കുത്തിയതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇത് കോവൽ, ഞാൻ വന്നപ്പോൾ ഒരു 5-6 കാ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഉള്ളത് നല്ല വലിപ്പമുള്ളതായിരുന്നു കേട്ടോ. അടുത്ത വർഷം കോവലിനെ കുറച്ചുകൂടെ വിപുലീകരിക്കണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു കാ പഴുത്ത് പോയതാണ്. ഞാൻ അങ്ങനെ എടുത്ത് അതിൻ്റെ ചുവട്ടിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഉണ്ടായി വരുന്നെങ്കിൽ വരട്ടെ എന്ന് കരുതിയിട്ട്. കണ്ടോ, ഇത് നീളം വെക്കുന്ന ടൈപ്പല്ല, ഉരുണ്ടിരിക്കും. ഏകദേശം എൻ്റെ ഒരു സ്ട്രക്ചർ തന്നെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബീൻസൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇതെല്ലാം പച്ചയായതുകൊണ്ട് നമുക്ക് കാണത്തില്ല. അപ്പോൾ അത് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് നോക്കി നടന്നാൽ മാത്രമേ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. ലൗക്കിയിൽ ഒരുപാട് കായ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറേയൊക്കെ ഇങ്ങനെ ഈച്ച കുത്തിപ്പോയി. ഇത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മത്തൻ്റെ കാര്യം. മത്തൻ കണ്ടോ, എല്ലായിടവും കയറി അങ്ങോട്ട് മൊത്തം സ്പ്രെഡായിട്ട് എൻ്റെ മുരിങ്ങേനെ എല്ലാം ഞെരുക്കി കളഞ്ഞ്. അതേപോലെ തന്നെ നമ്മുടെ നെയ്ബറിൻ്റെ പറമ്പിലേക്ക് പോയി. പിന്നെ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ അവരോട് പറഞ്ഞു, നമ്മളോട് സോറി പറഞ്ഞു, അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മുടെ പച്ചമുളകാണ്. പച്ചമുളക് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ. കാരണം ഒരു 3-4 ചെടിയാണ് നന്നായിട്ട് ഉണ്ടായതും ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. കാരണം നമ്മളിവിടെ ഇല്ലാഞ്ഞുകൊണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് എനിക്ക് പച്ചമുളക് തന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ജോമിച്ചേട്ടൻ്റെ വീട്ടിലും പച്ചമുളക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഞങ്ങൾക്ക് തന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് പച്ചമുളക് കിട്ടി. ഇപ്പം നമുക്കില്ലെങ്കിലും ഇപ്പം ഇവിടെ എങ്ങനെയാണ് കേട്ടോ, ഇവിടെ ഇപ്പം നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ. അതേപോലെ തന്നെ അവരും തിരിച്ച് അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് തരും. ഞാൻ ഒരുപാട് മത്തങ്ങ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഒരു 2 എണ്ണം മാത്രമേ ഉള്ളൂ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ, എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. കാരണം അതേപോലെ വലിയ മത്തങ്ങ, ഞാൻ പറഞ്ഞില്ലേ ഒരു 18 കിലോ ഉണ്ടായിരുന്നു ഒരു മത്തങ്ങ തന്നെ. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് 2 എണ്ണം ഫ്രീസ് ചെയ്ത് വെച്ചു. ബാക്കിയുള്ളത് ഫുള്ള് ഓരോരുത്തർക്കും ഞാൻ കൊടുത്തു വിടുമായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ മറ്റുള്ളവർ നമുക്ക് തിരിച്ച് എന്തെങ്കിലുമൊക്കെ തരും. അങ്ങനെയാണ്.
ഞാൻ എൻ്റെ മത്തങ്ങകൾക്ക് വേണ്ടി ഒരു തിരച്ചിൽ നടത്താൻ പോവാണേ. ഇതിനിടയ്ക്കെല്ലാം കിടപ്പുണ്ട്. ഒന്ന് നോക്കി വരാം. നമുക്ക് ഒരു 3-4 എണ്ണം ഉണ്ട് ഇപ്പം തന്നെ വലുതായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ മുരിങ്ങയുടെ പൂ. ഇതാ കണ്ടോ, പൂവൊക്കെ ആയി നല്ലതായിട്ട് വന്നു. അപ്പോഴത്തേക്കും വിൻ്ററായി.